ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായനാഭാഗം സങ്കീർത്തനങ്ങൾ 70 മുതൽ 72 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 71 സങ്കീർത്തനം 18 വാക്യം. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. വയോധികനായ ഒരു ഭക്തന്റെ വ്യക്തിപരമായ വിലാപവും പ്രാർത്ഥനയുമാണ് 71 സങ്കീർത്തനം. ആരെഴുതി എന്നത് അറിയില്ലെങ്കിലും ദാവീദ് തൻ്റെ മരണത്തോടടുത്ത കാലങ്ങളിൽ രചിച്ചതാകാമെന്ന് കരുതുന്നു. വിലാപവും യാചനയുമാണ് ഈ സങ്കീർത്തനത്തിൽ നിഴലിച്ചിരിക്കുന്നതെങ്കിലും ദൈവത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുടെ പൊൻകിരണങ്ങളും നമുക്ക് ദർശിക്കാവുന്നതാണ്. 70 സങ്കീർത്തനത്തിന്റെ തുടർച്ചയായും നമുക്ക് ഈ സങ്കീർത്തനത്തെ കരുതാവുന്നതാണ്. സങ്കടങ്ങളും കഷ്ടതകളും നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ വിശ്വാസവും പ്രത്യാശയുമാകുന്ന സ്തുതികൾ ഉയർത്തുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു കീർത്തനവും ആണിത്. ഈ സങ്കീർത്തനത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, നിരന്തരമായ ദൈവപരിപാലനത്തിൽ ആശ്രയിക്കുന്ന സങ്കീർത്തനക്കാരൻ. പ്രതികൂലങ്ങളുടെ മധ്യയാണ് സങ്കീർത്തനക്കാരൻ്റെ ജീവിതം. അതിനാൽ തന്നെ യാചനയും നിലവിളിയും സ്തോത്ര അർപ്പണവും ഒക്കെ ഇതിലൂടെ പങ്കുവെക്കുന്നു. മനോഹരമായ വ്യക്തമായ ഉറപ്പുകൾ നമുക്ക് ഈ സങ്കീർത്തനത്തിലൂടെ നൽകുന്നു. അതിനാൽ പ്രതികൂല അവസ്ഥയെ പ്രത്യാശാപൂർണമാക്കി തീർക്കുകയാണ് ഇതിലൂടെ നാം കാണുന്നത്. ഗർഭം മുതൽ താങ്ങുന്ന ഒരു ദൈവം, ബാല്യം മുതൽ തൻ്റെ ആശ്രയമായിരുന്ന ഒരു ദൈവത്തെയാണ് സങ്കീർത്തനക്കാരൻ നമുക്ക് കാണിച്ചു തരുന്നത്. മാത്രമല്ല, തൻ്റെ ബാല്യകാലഘട്ടം മുതൽ ഈ ദൈവത്തിൻ്റെ ഉപദേശം അനുസരിക്കുവാൻ കഴിഞ്ഞതിനാലാണ് ഇതുവരെയുള്ള തൻ്റെ ജീവിതത്തിൽ തനിക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിഞ്ഞത്. അതിനാൽ ഇപ്പോഴും ഒരു സാക്ഷ്യമായി നിലകൊള്ളുവാൻ തനിക്ക് കഴിയുന്നു. സങ്കീർത്തനക്കാരൻ കാണിച്ചു തരുന്ന ഈ ദൈവത്തിൽ നാമും ആശ്രയിക്കുക. രണ്ടാമതായിട്ട്, വാർദ്ധക്യത്തിലും സ്തോത്രം ചെയ്യുന്ന സങ്കീർത്തനക്കാരൻ. ഈ സങ്കീർത്തനത്തിന്റെ 9 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ എന്ന്. കുറിവാക്യമായി വായിച്ച വാക്യത്തിൽ നമ്മൾ കേൾക്കുന്നു, വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ എന്ന്. ഈ ദൈവം തന്നോട് കൂടെ ഇരിക്കുന്നതിനാൽ വരുവാനുള്ള തലമുറയോട് ദൈവമഹത്വം വർണ്ണിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു. വാർദ്ധക്യത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ, ശാരീരിക ക്ലേശങ്ങൾ വർദ്ധിക്കുമ്പോഴും ദൈവത്തിന് അദ്ദേഹം സ്തോത്രം ചെയ്യുന്നു. ബാല്യത്തിലെയോ യൗവനത്തിലെയോ മധ്യവയസ്സിലെയോ പ്രവർത്തനങ്ങൾ പിന്തുടരുവാൻ താൻ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഈ പ്രായത്തിലും സാധിക്കുന്നു. ഹന്ന പ്രവാചകിയെപ്പോലെ, ശിമ്യോനെ പോലെ വാർദ്ധക്യത്തിലും മാതൃകയുള്ള ജീവിതം നയിപ്പാനും സാധിക്കണം. പരാതിയും പിറുപിറുപ്പും അസ്വസ്ഥതയുമല്ല, പ്രത്യാശയോടെ ജീവിപ്പാനും ദൈവമഹത്വം ദർശിപ്പാനും നമുക്ക് സാധിക്കണം. അത്തരത്തിൽ വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോഴും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരനോട് ചേർന്ന് വാർദ്ധക്യവും നരയുമുള്ള കാലത്തും ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്ന് പറയുവാൻ ഞങ്ങളെ ഏവരെയും അവിടുന്ന് ഒരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.